ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന വാദം ഇതാ പൊളിയുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. മുഹമ്മദ് നബിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത്. സത്യവിശ്വാസികൾ തള്ളിപ്പറയില്ലെന്നും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നു. വിശദാംശങ്ങളുമായി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, നേരത്തെയും ജമാഅത്തെ ഇസ്ലാമി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തന്നെ അക്കാര്യങ്ങളിൽ വിശദീകരണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള ദാറുസ്സലാം, എവിടെയാണ് ജീവിക്കേണ്ടത് എന്നതടക്കമുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നത്? ഇതേത് ഘട്ടത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ആവർത്തിക്കുന്നത്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഈ പോസ്റ്റ് ഫേസ്ബുക്കിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയുമോ എന്ന ക്യാപ്ഷൻ നൽകിയാണ്, ഇങ്ങനെ ഒരു തലക്കെട്ട് നൽകിയാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല, മൗദൂദിയൻ ആശയങ്ങളില്ല എന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പിന്നീട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഇത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ പിന്നീട് പരസ്യമായി സഹകരണത്തിലേക്ക് പോകുന്നതൊക്കെ കണ്ടതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ മൗദൂദിയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തെ, മൗദൂദിയുടെ പ്രധാനമായ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയുകയോ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ പറയാനും പാടില്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ മൗദൂദിയും കുത്തുബാത്തും പറയുന്ന മതരാഷ്ട്രവാദം ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇറ്റ്സെൽഫ് ഇല്ലാതാകും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നത് തന്നെ അതാണ് അടിസ്ഥാനം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം പോയി എന്ന് വരുത്തി തീർത്ത് അവരെ കൂടെ കൂട്ടാൻ ശ്രമിച്ച UDF-നും കോൺഗ്രസിനുമാണ് യഥാർത്ഥത്തിൽ ഇത് ആഘാതമാകുന്നത്. ഇപ്പോഴും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അടക്കം അവരുടെ തലമുതിർന്ന നേതാക്കൾ ഇത് ആവർത്തിക്കുന്നു. ഫേസ്ബുക്കിലടക്കം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട്, ഇപ്പോൾ ഇത് ഫേസ്ബുക്കിൽ ആവർത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാകുന്നത് കോൺഗ്രസും UDF-ഉമാണ്, അല്ലേ സ്വാലിഹ്? തീർച്ചയായും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഇറാൻ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവെക്കുന്നതെങ്കിലും ഇറാൻ എന്ന പേര് അതിനകത്ത് പരാമർശിക്കുന്നില്ല. നമുക്കറിയാം, അത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. വളരെ ന്യൂനപക്ഷമായിരുന്നിട്ട് പോലും ഒരു തുള്ളി ചോര ചിന്താതെയാണ് മദീന ആസ്ഥാനമായി മുഹമ്മദ് നബി ഇത്തരത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത്. സത്യവിശ്വാസികൾക്കത് തള്ളിപ്പറയാൻ കഴിയില്ല, അത് കൂടുതൽ പഠനവിധേയമാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ശൂറ അംഗമായിരുന്നു. ദീർഘകാലം 25 വർഷത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസാധക സംരംഭമായ IPH-ന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ ബൈത്തുസ് സക്കാത്ത് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനമായ സക്കാത്ത് സംരംഭത്തിൻ്റെ കേരളത്തിലെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. ഇത് UDF നേതാക്കൾക്ക് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഉൾപ്പെടുന്ന UDF നേതാക്കൾ ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് അവർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞത് എന്നത് സ്വാഭാവികമായും കേരളത്തിൽ മതേതര സമൂഹമെങ്കിലും ഉയർത്തുന്ന ഒരു ചോദ്യമായിരിക്കും. അതിന് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും. അജിംഷാദ്.